നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഗാർഹിക പീഡനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ ജീവനൊടുക്കിയത് 5 യുവതികൾ, അതിൽ 4 കാസർഗോഡ് ജില്ലയിൽ. എന്താണ് കേരളത്തിലെ വീടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്താണ്? ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ആദൂരിലാണ് യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂടാംകുളത്തെ രാജേഷിന്റെ ഭാര്യ സൗപർണികയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചത്. കുടുംബം പുതിയതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് 1 മാസം മുൻപാണ് നടന്നത്. ആ വീട്ടിലാണ് ദാരുണമായ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 യുവതികളാണ് കാസർഗോഡ് ജീവനൊടുക്കിയത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാർഹിക പീഡനത്തെ തുടർന്ന്, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെ തുടർന്ന് ആണ് ഈ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൽ ഒരാഴ്ച മുൻപുണ്ടായ സംഭവത്തിലാണ് തുടക്കം. അതായത് ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആസിഡ് കഴിച്ച് ഒരു യുവതി മരിച്ച സംഭവം. അതിനുശേഷം കഴിഞ്ഞ ദിവസം, ഇന്നലെ തന്നെ ബൈജു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കേസ്, അതായത് വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുൻപ് നവവധുവിൻ്റെ ആത്മഹത്യ. ഇവിടെ ഇപ്പോൾ ആദൂരിൽ സൈനികൻ്റെ ഭാര്യയാണ് തൂങ്ങി മരിച്ചത്. എന്താണ് അതിൻ്റെ കാരണം? കുടുംബ പ്രശ്നമാണോ? ആത്മഹത്യക്കുറിപ്പ് മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? പോലീസ് എന്താണ് നൽകുന്ന വിവരങ്ങൾ? ടോമെ, ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കർമ്മന്തൊടിയിലാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അതായത് ഈ സൗപർണിക എന്ന് പറയുന്ന ഇവരുടെ വീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസം മുൻപാണ് വീട്ടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുന്നത്. ഇന്നലെ രാത്രി ഇവര് ബന്ധുക്കളും ഒക്കെ സംസാരിച്ചിരുന്നു. പുലർച്ചെയാണ് ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ 2ാം നിലയിലെ ബെഡ്റൂമിലെ ഫാനിൽ ഷാളിൽ കെട്ടി തൂങ്ങിയ നിലയിൽ കാണുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ ഒരു സൈനികന്റെ, അതായത് നാഗാലാൻഡിൽ ജോലി ചെയ്യുന്ന സൈനികന്റെ ഭാര്യയാണ്. 41 വയസ്സാണ് ഇവർക്കുള്ളത്. ഈ സൈനികൻ ഈ ഗൃഹപ്രവേശന ചടങ്ങിന് വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരിച്ചു പോയതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ എന്താണ് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന്, അതായത് ഇന്നലെ രാത്രി വരെ ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ സംസാരിച്ച ഒരാൾ ഇന്ന് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയാക്കിയതിനെ സംബന്ധിച്ച് ഇതൊരു വ്യക്തത വന്നിട്ടില്ല. പോലീസിന് ഇതിന് കൃത്യമായ ആത്മഹത്യക്കുറിപ്പോ അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. സംസ്ഥാനത്ത് ഈ ആഴ്ച മാത്രം 5 ഭർത്തൃമതികളാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അതിൽ 4 കാസർഗോഡ് ജില്ലയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന 24 വയസ്സുകാരി, അതായത് വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെയും അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് തന്നെ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കേസിൽ അത് സ്ത്രീധനത്തിന്റെ പേരിൽ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു എന്ന പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ആദിൽ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ കേസിൽ ആയിഷ എന്ന് പറഞ്ഞവരുടെ ഭർത്തൃ മാതാവിനെതിരെയും സമാന കുറ്റം ചുമത്തി, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യാനോ അത്തരം തുടർ നടപടികളോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നീട് സെറീന എന്ന് പറയുന്ന ആദൂർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സെറീന എന്ന് പറയുന്ന യുവതി ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ സംഭവത്തിൽ FIR-ൽ ഇവർക്ക് ഇത്തരത്തിൽ വീട്ടിൽ ഗാർഹിക പീഡനം ഇവർക്ക് ഏൽക്കേണ്ടി വന്നു എന്ന് FIR-ൽ പറയുന്നുണ്ട്. അത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭർത്തൃ മാതാവിനെതിരെയും പരാതിയുമായി കുടുംബവും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു നടപടി ഇതുവരെ എടുത്തിട്ട് കാണുന്നില്ല. ഇന്നലെയാണ് അശ്വതി എന്ന് പറയുന്ന 1 മാസം പോലും തികയും മുൻപ്, അതായത് വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും തികയും മുൻപ് ഇങ്ങനെ ഒരു ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് കാസർഗോഡ് ടൗൺ പോലീസാണ് ആ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുള്ളത്. ആ കേസിലും ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല. അത് മാത്രമല്ല, എന്തിനാണ് ഈ അശ്വതി ജീവനൊടുക്കിയ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവരുടെ മരണമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഇവർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു 4-5 ദിവസം. ആ ദിവസങ്ങളിൽ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഇന്ന് നമ്മളെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വാർത്ത അത് നമ്മൾ തേടിയെത്തുന്നു. അത് വളരെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ്. 2
കുട്ടികളുള്ള ഒരു കുട്ടികളുടെ മാതാവാണ് ഇന്ന് ഇത്തരത്തിൽ ജീവനൊടുക്കിയ സൗപർണികയുടെ പശ്ചാത്തലം മെച്ചപ്പെട്ട പശ്ചാത്തലത്തിലാണ്. ഭർത്താവ് സൈനികനാണ്. മാത്രമല്ല വളരെ സന്തോഷത്തോടെ ഈ വീട്ടിന്റെ ഗൃഹപ്രവേശം ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചടങ്ങൊക്കെ നടന്ന ആ ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ ആ പുതിയ വീട്ടിൽ തന്നെ കിടപ്പ് മുറിയിൽ ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം അത് ഈ നാട്ടുകാർക്കൊക്കെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായതായി അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നതാണ് വലിയ തോതിൽ ഉള്ള ഒരു ഉയർന്ന ചോദ്യം. എന്തായാലും ഇത്തരം ആത്മഹത്യ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ഓരോ ദിവസവും വല്ലാത്ത വേദന തോന്നുന്നു. ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടി 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് തരിച്ചാക്കിയാണ് സുബൈദ ഇങ്ങനെ യാത്രയായത്. അങ്ങനെ ഇവരുടെ എല്ലാം മക്കള് അനാഥത്വം. ഇത് ഇപ്പോൾ സൗപർണികയുടെ കേസിലേക്ക് വന്നാൽ 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഭർത്താവാണെങ്കിൽ നാഗാലാൻഡിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ആകെ ഈ ഒരു മാതാവാണ് ഈ കുട്ടികളെ നോക്കേണ്ടത്. അവരെ പോലും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അത്രത്തോളം ഒരു കടുങ്കൈ ചെയ്യാൻ ഇടയായ സാഹചര്യം പരിശോധിക്കേണ്ടത്. കാരണം മറ്റ് 4 കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരാഴ്ചക്കിടെ മരിച്ച മറ്റ് യുവതികളുടെ മരണവുമായി ബന്ധപ്പെട്ട കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഗാർഹിക പീഡനവും മറ്റ് കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണമാകുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കിടെയാണ് മരണമൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഈ സൗപർണികയുടെ കാര്യം എടുത്തു നോക്കിയാൽ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 2 കുട്ടികളുണ്ട്, ഭർത്താവ് മറ്റൊരു നാട്ടിലാണ്. അങ്ങനെ ഒരു ഗാർഹിക പീഡനം ഈ സൗപർണികയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നോ? ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്താണ്? അങ്ങനെ ഈ ആത്മഹത്യയെക്കുറിപ്പോ മറ്റൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു തക്കതായ കാരണം എന്താണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോബെ, ഈ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത ഇപ്പോൾ ഇതുവരെ ഈ കേസിൽ വന്നിട്ടില്ല. മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ഒരാളാണ് സൗപർണിക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 നില വീട് ഈ 1 മാസം മുൻപാണ് ഗൃഹപ്രവേശ ചടങ്ങൊക്കെ നടന്ന് വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലും 2 കുട്ടികളെ തനിച്ചാക്കി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനിടയാക്കിയ കാരണം അത് ഒരുപക്ഷെ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അറിയാത്ത കാര്യമാണോ എന്നതും സംശയമുണ്ട്. കാരണം അത്തരം അവർക്കാർക്കും ഇങ്ങനെ ഒരു ജീവനൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ 2 കുട്ടികളെ തനിച്ചാക്കി അങ്ങനെ ഇവർ ജീവനൊടുക്കും എന്ന തരത്തിൽ ഇവർക്ക് സ്വപ്നത്തിൽ പോലും ബന്ധുക്കൾ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അവർ പ്രശ്നങ്ങൾ ഉള്ളതായി ഇവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരാനുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. ഇവരുടെ 2 നില വീടിന്റെ മുകളിലെ ഈ കിടപ്പ് മുറിയിലെ ഫാനിലാണ്, ഷാളിലാണ് ഇങ്ങനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും തുടർച്ചയായി നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ വലിയ സങ്കടം തോന്നുന്നു. ഇതെന്താണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചോദിച്ചു. ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ത് ഇടപെടലാണ് ഇതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഇനി എന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ അത്തരം നടപടികളൊന്നും ഈ കേസുകളിൽ കാണുന്നില്ല എന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രണ്ട് ആത്മഹത്യകളും അത് ഈ ഗാർഹിക പീഡനമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് എഫ്ഐആറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ കേസുകളിൽ ആകെ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്തരം സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശന നടപടി ഉണ്ടായാൽ മാത്രമേ ഇതിലൊരു അറുതി വരും എന്ന ഒരു വിഭാഗം പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് അത്ര കാര്യമായി എടുക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. ഇതിലിപ്പോൾ കേരളത്തിലൊരു ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു വർഷം, അതായത് 2021 ശേഷം ഒരു വർഷം 10,000-ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. അത് കൂടുതലും കുടുംബ പ്രശ്നങ്ങളാണ്. ഈ ദാമ്പത്യ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യകളാണ് ഇതിന് കാരണം ആയി പലപ്പോഴും പറയപ്പെടുന്നതും. അത് വിശദമായി തന്നെ ഒരു പരിശോധിക്കേണ്ട വിഷയമാണ്. എന്താണ് കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഈ സ്ത്രീധനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനമാണെങ്കിൽ ഇന്ന് ദാമ്പത്യ തകർച്ചയാണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ. അവിടെ മദ്യം
അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ലഹരി, സംശയരോഗം, അതേ തുടർന്നുള്ള വാക്ക് തർക്കമൊക്കെ ഈ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ ഉണ്ടായ ആത്മഹത്യകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവിടെയും ഈ ദാമ്പത്യ പ്രശ്നം തന്നെയാണ് കാരണം. പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ് വ്യക്തമായൊരു കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഈ പങ്കാളികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, സംശയം, അതല്ലെങ്കിൽ ഈ നവദമ്പതികളെ സംബന്ധിച്ച് യുവതികൾ അല്ലെങ്കിൽ നവവധു ഒരു പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സാഹചര്യവും ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനുള്ള സമയമെടുക്കും. പക്ഷെ അതിനുശേഷവും ഈ പങ്കാളികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചൊന്ന് ഈ മൊബൈൽ ഫോൺ പലപ്പോഴും പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്, കുടുംബങ്ങളുടെ വില്ലനാകുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോമെ, തീർച്ചയായും ടോം സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ വളരെ പ്രധാനം. ഇതിൽ ലഹരി ഒരു പ്രധാന വില്ലനാണ് പല ഇത്തരത്തിലുള്ള ആത്മഹത്യകൾക്ക് പിന്നിലും എന്ന് പറയുമ്പോഴും ഇതിൽ ഏറ്റവും അത്ഭുതം എന്ന് തോന്നുന്നത് നമ്മുടെ ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന ആ 24 വയസ്സുകാരുടെ ഈ ഒരു ആത്മഹത്യയാണ്. അതിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, 10 കൊല്ലം പ്രണയിച്ച് ഒടുവിൽ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുണ്ടാകുന്നു, 2 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടാകുന്നു. വിവാഹ വാർഷികം 1-ാം വാർഷികം ആകുമ്പോഴേക്കും ഇവർക്ക് ജീവനൊടുക്കേണ്ട സാഹചര്യം വരുന്നു. അത്രത്തോളം 10 വർഷമൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ആ കേസിൽ പരിശോധിച്ചാൽ അത് പോലീസിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ട്, അതായത് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്താവിന്റെ മാതാവും, അതായത് 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവും അതോടൊപ്പം ഭർത്താവിന്റെ മാതാവും, അങ്ങനെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ തീർച്ചയായും 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അത് എത്രത്തോളം താങ്ങാൻ കഴിയും? ഒരുപക്ഷെ വലിയ പ്രതീക്ഷകളൊക്കെ പുലർത്തിയായിരിക്കാം ഇവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ ശാരീരികമായ ഉപദ്രവം ഏൽക്കേണ്ടി വന്നു. അത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ഈ അടുത്ത് വരെ ശാരീരിക ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ നിരന്തരം ശാരീരികമായും മാനസികമായും സമ്മർദ്ദത്തിനൊടുവിലാണ് ഫാത്തിമത്ത് സുബൈദ ഇങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ കേസ് വന്നാൽ ഇപ്പോൾ സൗപർണികയുടെ ആയാലും ഇന്നലെ ജീവനൊടുക്കിയ അശ്വതിയുടെ കാര്യത്തിൽ വന്നാലും എന്താണ് ഇവരുടെ ഈ ഒരു ജീവനൊടുക്കാൻ ഇടയൊക്കെ കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ ഇന്നലെ റിപ്പോർട്ട് ചെയ്താണ് രക്തബന്ധം, അത്രയും അടുത്ത ബന്ധത്തിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. 3 ആഴ്ച വിവാഹം കഴിഞ്ഞിട്ടായുള്ളൂ. ഒരുപക്ഷെ ഇങ്ങനെ ഏതെങ്കിലും സമ്മർദ്ദം, അതിന്റെ പേരിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഈ രഹസ്യമൊഴി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഏതായാലും ഈ കേസ് അന്വേഷണം ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ആകാതെ വളരെ മന്ദഗതിയിൽ, ഒരുപക്ഷെ പോലീസ് ഇത് അത്ര ഗൗരവമായി എടുക്കുന്നില്ലേ എന്ന് ഈ കേസുകളൊക്കെ പരിശോധിച്ചാൽ കാണാം. കാരണം ആദ്യത്തെ ഒരു കേസിൽ ടോമി, ഇതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ജസീല എന്നൊരു യുവതിയെ വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച് ഇങ്ങനെ ജീവനൊടുക്കിയ സാഹചര്യത്തിൽ ദിവസങ്ങളോളമാണ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തത്. പിന്നീടാണ് ആ ഒരു കേസിലെ പ്രതിയായ ഈ ഭർത്താവിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായത്. അത് ദിവസങ്ങളോളം എടുത്തു. പോലീസ് വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. അത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇപ്പോൾ 2 ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒരാഴ്ചക്കിടെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് സൗപർണികയുടേതും ആദൂർ പോലീസ് സ്റ്റേഷനാണ്. നേരത്തെ ഈ സെറീന എന്ന് പറയുന്ന ഈ 27 വയസ്സുകാരി, അത് വിവാഹ വാർഷികം 4-ാം വിവാഹ വാർഷികത്തിന് 2 ദിവസം ബാക്കി നൽകിയാണ് ജീവനൊടുക്കുന്ന സാഹചര്യം. ഏതായാലും ഇതിൽ ഗൗരവമായ ഒരു പരിശോധന അല്ലെങ്കിൽ ഇതിലൊരു ഇടപെടൽ ഇപ്പോൾ അനിവാര്യമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. പല കുടുംബങ്ങളും വലിയ ദാമ്പത്യ തകർച്ചയിലാണ്. അതിൽ ഈ ഫോൺ ഒരു വില്ലനാകുന്നുണ്ട്, മറ്റ് സൗഹൃദങ്ങളൊരു പ്രശ്നമാകുന്നുണ്ട്, സംശയരോഗവും മറ്റ് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ കരുതണം. പക്ഷേ ഓർക്കുക, ഇതുപോലുള്ള ആത്മഹത്യകളിൽ അനാഥരാകുന്നത് ആ വീടുകളിലെ കുഞ്ഞുങ്ങളാണെന്ന്. എറണാകുളം കുമ്പളങ്ങിയിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് പോലീസ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. തമിഴ്നാട് സ്വദേശി മാഹിനാണ് മരിച്ചത്. മാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി മാഹിനും മറ്റ് 2 പേരും കടയ്ക്ക് സമീപമിരുന്ന് മദ്യപിച്ചിരുന്നു. ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. നവമി ദിനേശ് ചേർന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഈ മദ്യപാനം ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു, അതേ തുടർന്നുള്ള പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ?
അത് മദ്യപിച്ചുള്ള ഒരു വാക്കുതർക്കമാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷെ അതൊരു സംശയമാണ്. അത് പറയാൻ കാരണം ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന രണ്ടുപേരും മദ്യപാനികളാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്, അവർ നിരന്തരം ഈ മാർക്കറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. നാട്ടുകാർ പലതവണ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഒരു 3-4 പേരുണ്ട്. അവർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ മാർക്കറ്റിനുള്ളിൽ. സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു, കത്തിയൊക്കെ എടുത്ത് പകൽ പോലും പരാക്രമം നടത്തുന്ന ആൾക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസത്തെ രാത്രിയിലും, അതായത് ഇന്നലെ രാത്രിയിലും ഇവർ ആ മാർക്കറ്റിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. സമീപത്തെ CCTVയിൽ നിന്നാണ് മാഹീൻ കിടന്നുറങ്ങിയ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇവരുണ്ടായിരുന്നതായി കണ്ടെത്തിയത്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒരു മദ്യപിച്ചുള്ള ലഹരി ഉപയോഗിച്ചുള്ള വാക്കുതർക്കമാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് വിശദമായി പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ, പ്രതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്ന് പോലീസ് അറിയിക്കും എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇന്നലെ രാത്രിയാണ് ഈ പച്ചക്കറി കട നടത്തുന്ന പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള മനോജിന്റെ കടയിലാണ് മാഹീൻ സ്ഥിരമായി കിടക്കുന്നത്. കാരണം മാഹീൻ അവിടെ തന്നെ തമിഴ്നാട് സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി കുമ്പളങ്ങിയിൽ താമസിക്കുന്ന ആളാണ്. ഈ ചെരുപ്പും കൊടയും ഒക്കെ നന്നാക്കുന്ന വ്യക്തിയാണ്. ആ മാർക്കറ്റിൽ തന്നെയാണ് അയാൾ ഈ കട നടത്തുന്നത്. കടയായിട്ടല്ല, അരികിൽ തന്നെ ഇരുന്ന് ചെരുപ്പും കൊടയൊക്കെ നന്നാക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ഈ മാർക്കറ്റ് രാത്രിയാകുമ്പോൾ ഈ പച്ചക്കറി കട നിരീക്ഷിക്കുന്ന ഒരു സെക്യൂരിറ്റീൻ്റെ ജോലി പോലെ മാഹീൻ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കടയിലേക്ക് കിടക്കുവാനായി മനോജ്, ഈ ഓണർ കൂടിയായിട്ടുള്ള മനോജ് ആവശ്യപ്പെടുന്നു. അങ്ങനെ സ്ഥിരം ആ കടകളിലും മറ്റു കടകളിലും ഒക്കെ ആയിട്ടാണ് മാഹീൻ കിടക്കുന്നത്. പതിവ് പോലെ ഇന്നലെ രാത്രി വലിയ ശക്തമായ മഴയുണ്ട്. പുറത്ത് കിടക്കണ്ട, മാർക്കറ്റിന്റെ ഉള്ളിലേക്ക്, കടയുടെ അകത്തേക്ക് കിടന്നോ എന്ന് മനോജ് പറഞ്ഞതിന് ശേഷം മനോജ് വീട്ടിലേക്ക് പോയി, കട അടച്ച് വീട്ടിലേക്ക് പോയി. മാഹീൻ കടയ്ക്കുള്ളിലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മനോജ് കട തുറക്കാൻ നേരത്താണ് മാഹീനെ കുത്തേറ്റ നിലയിൽ രക്തം വാർന്നൊലിച്ച് മൃതദേഹം കണ്ടെത്തിയത്. ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. എന്തായാലും ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി. പിന്നീട് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംശയാസ്പദമായ നിലയിൽ 2 പേരെ കണ്ടെത്തിയത്. 2 മലയാളികളാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. അവർ കുമ്പളങ്ങി എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. ഈ മദ്യപാനത്തെ തുടർന്നുള്ള വാക്കുതർക്കം, അതാണോ ഈ പ്രകോപനം ആയത്, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടോ? അതിലേക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുൻപ് ഒരു പ്രതികരണത്തിലേക്ക്. ഇവിടെ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ ഈ മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് 4-5 ഈ മദ്യം ലഹരിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റിലേ പോയ ഇതുപോലത്തെ 3-4 പേര് ഇവിടെ ഉണ്ട്. ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം മാർക്കറ്റിൽ വെച്ച് വേറൊരാൾ ഇതുപോലെ തന്നെ കത്തിയെടുത്ത് വീശിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇനി ഇതും കുമ്പളെങ്കിൽ ഇതും ഇനി കൂടുതൽ ആവർത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ അധികാരികൾ, വേണ്ടപ്പെട്ടവർ പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ വേണ്ടപ്പെട്ടവരോട് പരാതി പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് കുഴപ്പക്കാരായിട്ടുള്ളവരാണെന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇവിടെ മൊത്തത്തിൽ ചെറുപ്പക്കാർ പിള്ളേരെ ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞങ്ങൾക്ക് പേടിയാണ്. സ്കൂളിന് മുൻപ് ഞാനൊരു വണ്ടിപ്പണിക്കാരനാണ്. പിള്ളേരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പിള്ളേർ കാണിച്ചു കൊടുക്കുന്ന ഇത് കാണുമ്പോഴൊക്കെ ഇവിടെ അതിന് മാത്രം മദ്യപാനത്തിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഈ മയക്കുമരുന്നിന് അടിമയിട്ടുള്ള അയാൾ ഈ കടയിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് പോലെ രാത്രി കിടക്കുന്നൊരു മനുഷ്യനാണ്. അല്ലാണ്ട് വേറെ അയാളെ കൊണ്ടൊരു ഉപദ്രവം ഇന്നവരെ ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നൊരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ പല ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാലും അതിന് പ്രധാനപ്പെട്ട കാരണം മദ്യവും ലഹരിയും തന്നെയാണ്. ഈ മാഹിൻ്റെ ജീവനെടുത്തതും മദ്യമാണ്, മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം. നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നുണ്ട്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാരണം ഇതിനു മുൻപ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധർ, മദ്യപാനികൾ ഈ കുമ്പളങ്ങി മാർക്കറ്റും പരിസര പ്രദേശങ്ങളും കൈയടക്കുന്നു, അവിടെ വലിയ ഒരു സാമൂഹ്യ വിപത്തായി അവർ മാറുന്നു എന്ന് പരാതി പറഞ്ഞിട്ടും പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകൾ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു കർശനമായ ഇടപെടൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് നാട്ടുകാർ ഈ വിഷയത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ടോം, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും ഈ പറഞ്ഞ നാട്ടുകാർ ഇപ്പോൾ നമ്മൾ കേട്ട അവരുടെ ബൈറ്റിൽ പറയുന്ന അല്ലെങ്കിൽ അവർ പ്രതികരിച്ച പോലെ 3-4 പേരാണ് അവിടെ ഒരു സംഭവം നടത്തുന്നത് അല്ലെങ്കിൽ അക്രമമൊക്കെ അഴിച്ചുവിടുന്നതെന്ന് പറയുന്നു. അവരിൽ 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ടാണ് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ മാഹീനെ കൊലപ്പെടുത്താൻ കാരണം എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ. പക്ഷെ നാട്ടുകാർ പറയുന്നത് മാഹീൻ അവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അവിടെയാണ്, ആ കടയിൽ തന്നെയാണ് കിടക്കുന്നത്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഈ ചെരുപ്പൊക്കെ തുന്നിയാണ് അദ്ദേഹം ഉപജീവന മാർഗം നയിക്കുന്നത്. അദ്ദേഹം ഒരു പ്രശ്നക്കാരാണെന്ന് നാട്ടുകാരും പറയുന്നില്ല. പക്ഷേ ഈ പിടിയിലായ പ്രതികൾ അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരെക്കുറിച്ചാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. അവർ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലുണ്ടാക്കുന്നത്. പലതവണ പോലീസിന് പരാതി നൽകിയെങ്കിലും അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ലഹരിക്കടിമയാണെന്ന രീതിയിൽ പറഞ്ഞ് പോലീസ് അത് കൈയൊഴിയുന്ന സാഹചര്യമായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ കേട്ടതുപോലെ തന്നെ അവർക്ക് വളരെ ഭയപ്പാടോടുകൂടിയാണ് അവർ ആ മാർക്കറ്റിലും പരിസരത്തും ഒക്കെ ജീവിക്കുന്നത്. കാരണം ഇവർ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, വയലന്റ് ആകാം എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, പോലീസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പരാതി നേരത്തെ നാട്ടുകാർ തന്നിരുന്നു. അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണോ, ലഹരിയും അതിക്രമവും ഒക്കെ നടത്തുന്നവരാണോ ഇവർ എന്നതിലൊക്കെ പോലീസാണ് ഇനിയൊരു വിശദീകരണം നൽകേണ്ടത്. എന്തായാലും നാട്ടുകാർ പറയുന്നതനുസരിച്ച് പോലീസ് വേണ്ട വിധത്തിലുള്ളൊരു ഗൗരവം ഈ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് പോലീസിനോട് നേരത്തെ പറഞ്ഞിട്ടും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഈ ഒരു വിഷയത്തെ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൊലപാതകം പോലും അവിടെ നടന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതികരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ മികവ് കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ട കേസുകളിലൊന്നാണ് ആലപ്പുഴ മുതുകുളം തങ്കമ്മ കൊലക്കേസ്. മുതുകുളം സ്വദേശിനി തങ്കമ്മ എന്ന വയോധികയെ ജീവനോടെ കായലിൽ കെട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഫോൺ രേഖകളോ CCTV ദൃശ്യങ്ങളോ മറ്റ് സാഹചര്യ തെളിവുകളോ ലഭിക്കാതിരുന്ന കേസിൽ പ്രതി പ്രകാശനെ പോലീസ് വലയിലാക്കുന്നത് ഒരു കല്ലും അതിൽ കുരുക്കിയിരുന്ന കയറിൻ്റെ പ്രത്യേക കെട്ടുമാണ്. ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കെട്ടിയെന്ന് ആരും അന്താളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ടച്ചുള്ള കുരുക്കായിരുന്നു അത്. ആ കെട്ടിൽ തുടങ്ങിയ നിഗമനങ്ങളാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് തുമ്പായത്. ബോഡി പരിശോധിച്ച സമയത്താണ് അതില് കല്ല് കെട്ടിയിരുന്നതായിട്ട് കാണുന്നത്. കല്ല് കെട്ടിയിരുന്നതില് ഒരു 3 എണ്ണം കെട്ടിയിരുന്നു. 3 കല്ലാണ് കയറ് വെച്ച് കെട്ടിയിരുന്നത്. അതുകൂടെ കൈയും കാലും കെട്ടിയിരുന്നു. പിന്നെ അത് കരക്കടുപ്പിച്ചു. ഈ കനകക്കുന്ന ജെട്ടി തൊട്ടടുത്ത് ആ ജെട്ടിയിലേക്കാണ് അവിടേക്കാണ് കയറ്റിച്ചത്. അവിടെ തന്നെയാണ് ഇവരെ വീട്. നല്ലൊരു എഫിഷ്യന്റ് ടീമുണ്ട് അവിടെ. ഞങ്ങൾക്ക് അവിടെ സ്പോട്ടിൽ നന്നായിട്ട് ഇന്റലിജൻസ് ഉള്ള അവിടുത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സ്റ്റാഫ്, പിന്നെ 2 പോലീസ് സ്റ്റേഷനിലെയും 30 ഇൻസ്പെക്ടേഴ്സ്, പിന്നെ SHOs, പിന്നെ അത് കൂടാതെ അന്ന് ചാർജ് ഉണ്ടായിരുന്ന അന്ന് കായംകുളം DYSPന്റെ അണ്ടറിലാണ് ഈ 2 പോലീസ് സ്റ്റേഷൻ വരുന്നതെങ്കിലും ചാർജുകൾ വന്ന് വേറെ ആരും ഇവിടെ വരാനില്ല. ഈ പരിസരത്ത് തന്നെ അതിന്റെ ആളുണ്ടാവും. സാർ 4 ലെവലിൽ മാത്രം നോക്കിയാൽ മതിയാവുമെന്ന് പബ്ലിക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടുന്ന്. കാരണം അത്രയും ഒരു ഗ്രൂപ്പിലായിട്ടുള്ള സംഭവം. പിന്നെ ഈ ടീം വർക്കും കൂടി ആയിരുന്നത്. പിന്നെ ഇതില് ആ നോട്ട്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഈ ഫിഷർമാൻ ഉപയോഗിക്കുന്ന വല താഴ്ന്നു വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തില് അവരെ പൊതുവെ പ്രൊഫഷൻ ഉണ്ടല്ലോ, ആ പ്രൊഫഷണൽ സ്കില്ലോട് കൂടിയ കെട്ടായിട്ടാണ് അത് മനസ്സിലായത്. ആ കല്ല് കെട്ടിയിരുന്നത് അതിൽ നിന്ന് 2 എണ്ണം സ്ലിപ്പായിട്ട് വെള്ളത്തിൽ പോയിരുന്നു. 1 എണ്ണം ബോഡിയോട് ചേർന്ന് നിൽക്കണ്ടായിരുന്നു. പിന്നെ ആ 2 എണ്ണം മിസ്സായതിനെ കൊണ്ടും പോയത് കൊണ്ടും പിന്നെ ഈ ബോഡിയിൽ വന്നിരിക്കുന്ന മറ്റേ ഗ്യാസസ് ഫോർമേഷനെ കൊണ്ടായിരിക്കണം ബോഡി ഫ്ലോട്ട് ചെയ്തത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ തങ്കമ്മ കൊലക്കേസിൻ്റെ അന്വേഷണം. അതായത് അത്ര വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല, ഒരു തുമ്പുമില്ലായിരുന്നു. പക്ഷേ ആ കല്ലും അതിൽ കെട്ടിയിരുന്ന ആ കെട്ടും ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. അതായത് ഈ തങ്കമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ഒടുവിൽ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ കഴിയുന്നതും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതും എങ്ങനെയാണ്? പ്രത്യേകിച്ചും അത് ആലപ്പുഴ പോലീസ് ഈ സമീപകാലത്ത് ഇതുപോലെ പല കേസുകളും
ഒരിക്കൽ പോലും തെളിയിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന പല കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ തങ്കമ്മ കൊലക്കേസ്? തീർച്ചയായിട്ടും ടോം, ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസിന് അനുകൂലമായ തെളിവുകളൊന്നും തന്നെ തുടക്കത്തിൽ പോലീസിന് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് കുറ്റാന്വേഷണത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിയിലേക്ക് ലീഡ് ചെയ്യുന്ന മൊബൈൽ ഫോണുകളോ മറ്റൊന്നും ഈ കേസിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഈ കൊല്ലപ്പെട്ട സ്ത്രീ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു. ആ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടും ഒന്നും കണ്ടുപിടിക്കാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പോലീസ് കേസ് വരുമ്പോൾ സ്വാഭാവികമായും ആ ക്രൈം നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് ആ കേസിലെ ആദ്യ മണിക്കൂറുകളാണ്. അതായത് തങ്കമ്മ എന്ന സ്ത്രീയെ കാണാതായതിനു ശേഷം അവരെ മിസ്സിംഗ് ആണെന്ന് പോലും ഒരു പരാതി പോലീസിന് ലഭിക്കുന്നത് ഞായറാഴ്ച. പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഞായറാഴ്ച ഇവർ കൊല ചെയ്യപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് മാത്രമാണ് ഇവരെ കാണാനില്ല എന്നുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിക്കുന്നത്. അപ്പോഴും ഒരു മർഡർ എന്നുള്ളൊരു സാഹചര്യം വരുന്നില്ല. 82 വയസ്സുകാരിയാണ്, സ്ഥിരമായി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷെ വൈകിട്ട് ഇവരെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് വിളക്ക് തെളിയിക്കുമായിരുന്നു. അവിടെ സ്ഥിരമായി വരുന്ന ഒരാൾ എന്ത് സാഹചര്യത്തിലും അവിടെ വരും. അപ്പോൾ അവിടെ വരാതായതോടുകൂടിയാണ് ഇതിനകത്ത് ഒരു സംശയം അതിൻ്റെ നിഴലിലേക്ക് കാര്യങ്ങൾ എത്തുകയും പോലീസിൽ പരാതിയായി പോകുന്നത്. കനകക്കുന്ന് പോലീസും തൃക്കുന്നപ്പുഴ പോലീസുമാണ് ഈ കേസ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ കേസിന് മേൽനോട്ടം വഹിച്ചിരുന്നു. ഈ കേസിൽ കൃത്യമായൊരു ഒബ്സർവേഷൻ, അതായത് വളരെ കൃത്യമായുള്ള നിഗമനങ്ങളും ഒബ്സർവേഷനും ആലപ്പുഴയിലെ ജില്ലാ പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമാണെന്ന് തന്നെ പറയാം. കാരണം ഇവരെ കാണാതാകുമ്പോൾ ഇവരുടെ മുന്നിൽ തെളിവുകളില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ലീഡുകളില്ല എന്ന് മാത്രമല്ല, ഇതിനെ മിസ്ലീഡ് ചെയ്യുന്ന മറ്റൊരു മൊഴി കൂടി അവർക്ക് ലഭിച്ചിരുന്നു. അതായത് തൊട്ടടുത്തുള്ള ഒരാളിൽ നിന്നും ഈ ഒരു ഹൃദ്രോഗിയായ ഒരു വ്യക്തിയിൽ നിന്നും തങ്കമ്മയെ തിങ്കളാഴ്ച രാവിലെ കണ്ടു എന്ന് 7:30 കണ്ടു എന്നൊരു മൊഴി കൂടി പോലീസ് ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസ് പിന്നീട് ഇവരുടെ 48 hours കഴിഞ്ഞ് ഇവരുടെ ബോഡി കായംകുളം കായൽ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ കൈയും കാലും കെട്ടിയ നിലയിൽ കഴുത്തിൽ നിന്നും ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് ഒരു കല്ല് കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. അതായത് ഇവര് കൊലപ്പെടുത്തി വെള്ളത്തിൽ താഴ്ത്തിയതല്ല, മറിച്ച് വെള്ളത്തിൽ തന്നെ കായലിൽ തള്ളി ആ കായലിൽ വെച്ചാണ് ഇവർ മരണപ്പെടുന്നത് എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാണ്. അപ്പോൾ അത്ര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് എന്നുള്ളതാണ്. തുടർന്ന് ഈ പോലീസ് ഇവരുടെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇവരുടെ കഴുത്തിൽ കെട്ടിയത് 3 കെട്ടുകൾ ഇവരുടെ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ 2 അഴിഞ്ഞു പോയിരുന്നു. ഒരു പക്ഷേ അത് അഴിഞ്ഞു പോയിരുന്നില്ലായിരുന്നു എങ്കിലും കടലിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന ഇടമാണ്. ഒഴുകിയൊക്കെ പോകാം, ഇത് തെളിയിക്കപ്പെടാതെ പോകാൻ പറ്റുന്ന ഒരു കേസായിരുന്നു. പക്ഷേ എന്തോ ആ ഒരു തെളിവ് അവശേഷിപ്പിച്ചതുപോലെ ഇവരെ കെട്ടിയ സമയത്ത് ഇവരുടെ കഴുത്തിൽ ഒരു കല്ല് കെട്ടിയ ഒരു നൈലോൺ വെച്ച് കയറ് പോലെ ഉണ്ടാക്കിയിട്ട് ആ നൈലോൺ ചരട് ഉപയോഗിച്ചിട്ട് ഇവരുടെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു. കെട്ടിയ കല്ലും ആ കല്ലിൽ കെട്ടിയിരിക്കുന്ന ആ രീതി, ആ കെട്ടിന്റെ ഒരു രീതിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് എന്നുള്ളതാണ്. മാത്രമല്ല ബോഡി കിട്ടിയപ്പോൾ 48 hours മേളിൽ പഴക്കമുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കാനായി. അപ്പോൾ ഈ അയൽവാസിയായ ആൾ എന്തിനിങ്ങനെ ഒരു മൊഴി, അതായത് മിസ്ലീഡ് ചെയ്യുന്ന മൊഴി തന്നു എന്നുള്ളൊരു സംശയം പോലീസിന്റെ നിലയിലേക്ക് എത്തുന്നു. ഈ അയൽവാസിയിലേക്ക് ഈ സംശയമുന നീണ്ടു നിൽക്കുമ്പോഴും ഈ കെട്ടു അടക്കമുള്ള സാഹചര്യങ്ങൾ പോലീസ് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അതിനകത്ത് നമുക്ക് ആ കെട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, അത് എങ്ങനെ അഴിക്കുമെന്നാണ് നമുക്ക് ആദ്യം കൺഫ്യൂസ്ഡ് ആകുന്നത്. മാത്രമല്ല അത് പ്രത്യേക രീതിയിലാണ് അത് ലോക്ക് ചെയ്തിട്ട് ആ കയറ് കെട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് സമാനമായൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലാണ്. ഒരു പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയൊരു കേസ് ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 2019 ടിഞ്ചു മൈക്കിൾ എന്ന 26-കാരിയെ കൊലപ്പെടുത്തിയ കേസ് ശരണി നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഇവിടെയും സമാനമായൊരു രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണം എത്തുന്നത്. അവിടെയും ആ ഒരു കെട്ടായിരുന്നു. ടിഞ്ചുവിനെ കൊലപ്പെടുത്താൻ പ്രതി ആ ഒരു കെട്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു ആ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് ആദ്യഘട്ടത്തിൽ ഈ ടിഞ്ചുവിൻ്റെ പങ്കാളിയാണ്, കാമുകനാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനമെങ്കിൽ പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്. സമാനമായ രീതിയിൽ തന്നെ ആയിരുന്നോ ഈ കേസിലും പോലീസിൻ്റെ അന്വേഷണം? അതായത് ഈ ടിഞ്ചു കൊലക്കേസിൻ്റെ ആ രീതി, അന്വേഷണ രീതി ഏതെങ്കിലും ഘട്ടത്തിൽ കേരള പോലീസിനെ ഈ തങ്കമ്മ കൊലക്കേസിൽ സഹായിച്ചിരുന്നോ?
പക്ഷേ ടിഞ്ചു കേസ് ഇവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കെട്ട് അവർ അന്വേഷണ സംഘം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ അദ്ദേഹം സ്പോട്ടിൽ ഇൻക്വസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നേരത്തെ തന്നെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് കുറ്റാന്വേഷണത്തിൽ വളരെയധികം മികവ് പുലർത്തിയിട്ടുള്ള അംഗീകാരം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ കൂടിയാണ്. അപ്പോൾ ഇവർ ഈ കെട്ട് കൃത്യമായി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആ കെട്ട് സാധാരണ പ്രത്യേകിച്ച് ഒരാളെ കൊലപ്പെടുത്തി വേഗത്തിൽ കെട്ടി താഴ്ത്തുന്നതിനുള്ള ഒരു കെട്ടല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ആ ലോക്കിംഗ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനം എന്നുള്ളതായിരുന്നു. ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ കെട്ട് അഴിക്കാതെ തന്നെയാണ് അവർ ആ കല്ല് മറ്റ് തെളിവിലേക്ക് മാറ്റിയത്. അപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇതിൽ കണക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ വീടെന്ന് പറയുന്ന ഒരു ബോട്ട് ജെട്ടിയുടെ അടുത്താണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നു പോകാം. നമുക്കൊരു പ്രത്യേകിച്ച് ഒരാളെ സംശയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാഹചര്യം ഒട്ടും അനുകൂലമല്ലായിരുന്ന ഒരു കേസാണ്. അവിടെയാണ് ഈ കെട്ട് ഇവരുടെ ശ്രദ്ധയിലേക്ക് വരികയും ഈ തൊട്ടടുത്തുള്ള ഈ ഹൃദ്രോഗിയായിട്ടുള്ള മൊഴി നൽകിയ ആൾക്കൊന്നും ഈ രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് വരികയും ഈ കെട്ട് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വല കടലിലേക്ക് താഴ്ത്തുന്ന സമയത്ത് ഭാരമുള്ള വസ്തുക്കൾ കെട്ടിയിടുമ്പോൾ ഇങ്ങനെ ഒരു കെട്ട് കെട്ടാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊട്ടപ്പുറത്തുള്ള വ്യക്തി നൽകിയ ആ മിസ്ലീഡിങ്ങോടുകൂടി നൽകിയ ആ സൂചനകളിലൂടെ അയാൾ സംശയത്തിൽ നിൽക്കുമ്പോഴും അയാളെ മാത്രമല്ലാതെ ഒരു വൈഡായിട്ടൊരു ടീം ആ പരിസരം മുഴുവൻ അവരെ നിരീക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരീക്ഷിച്ച കൂട്ടത്തിൽ ഈ പ്രതിയായ പ്രകാശിന്റെ വീട്ടിൽ ഈ നൈലോൺ കയറിന്റെ അവശിഷ്ടമായ കെട്ടുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തുന്നു. അതോടൊപ്പം ഈ കെട്ടിൽ പ്രകാശിന്റെ മത്സ്യബന്ധനവുമായി ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു കെട്ട് കെട്ടി ഇറക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു എക്സ്പെർട്ട് കെട്ടാണ്. ആ കെട്ടിനിൽ ഇയാൾക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾ അത് ചെയ്യാറുള്ള ആളാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിന് വളരെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് സമാനമായി അവർക്ക് മറ്റൊരു ഇതുകൂടെ കിട്ടി. തൃക്കുന്നപ്പുഴ ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഈ 2 പോലീസ് സ്റ്റേഷനുകൾ, നേരത്തെ സൂചിപ്പിച്ച 2 പോലീസ് സ്റ്റേഷനുകളായിരുന്നു ഈ കേസ് അന്വേഷണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ കനകക്കുന്ന് സ്റ്റേഷനിലും ഉൾപ്പെടെയുള്ള ഈ അന്വേഷണത്തിനകത്ത് വന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവര് തൃക്കുന്നപ്പുഴ പോലീസും കനകക്കുന്ന് പോലീസും അവരെ സംയുക്തമായുള്ള ഒരു കോർഡിനേഷൻ ആയിരുന്നു. അതിൽ ഈ ഗോൾഡ് വിൽക്കാനായി ഒരാൾ ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും ഉടനടി പൈസ കിട്ടാത്തതുകൊണ്ട് അയാൾ അത് മടങ്ങി എന്നുള്ള വിവരവും കിട്ടി. അവിടെ നിന്നും ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നു. അതിനിടയിൽ തൊട്ട് മുമ്പത്തെ ദിവസം ഈ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ വീട്ടിലേക്ക് പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് എടുത്ത് വെക്കാനായി ഇവർ സഹായം തേടി മറ്റൊരു കടയിലേക്ക് ചെന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് പ്രകാശൻ എന്ന് കണ്ടെത്തി. പ്രകാശൻ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ചെന്നില്ല. പിന്നീട് ആ ഗ്യാസ് എടുത്തു വെക്കാനായി അവിടെ ചെന്നു, വെച്ചു കൊടുത്ത് തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമായിരുന്നു പ്രധാനമായി അയാളെ ആകർഷിച്ചെന്നുള്ളതാണ്. അയാൾ അങ്ങനെയാണ് പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. മറ്റ് രീതിയിലല്ല. അയാൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, അതിന് പണം വേണമായിരുന്നു എന്നുള്ളതാണ്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ശ്വാസം മുട്ടിച്ച് തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇയാൾ പിന്നെ പോയി തിരികെ വന്നതിന് ശേഷമാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരെ കായലിൽ കൊണ്ട് മരണപ്പെട്ടു എന്ന് കരുതി തള്ളുകയായിരുന്നു എന്നുള്ളതാണ്. സമാനമായ കേസാണ്, ഇൻട്രസ്റ്റിംഗ് ആയ കേസ് തന്നെയായിരുന്നു ഈ പത്തനംതിട്ടയിൽ ഉണ്ടായത്. ആ 26-കാരിയുടെ കഴുത്തിൽ കുരുക്കിയ കുരുക്ക് അത് ടിമ്പർ നോട്ട് എന്ന് പറയുന്ന ഒരു കെട്ടിന്റെ രീതിയാണ്. തടി വെട്ടിയെടുക്കുന്നവർക്കാണ് ആ രീതിയിൽ കെട്ടിയിറക്കാൻ കഴിയുക. ആ രീതിയിലായിരുന്നു കെട്ടി ഉയർത്തിയത് എന്നുള്ളതായിരുന്നു. അന്ന് ഈ ആൺ സുഹൃത്തിലേക്ക് ഈ കേസ് പോയപ്പോഴും ആൺ സുഹൃത്ത് പിന്നീട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയാണ് ഈ കേസന്വേഷണത്തിൽ വരികയും ഈ മരം വെട്ടുന്നതിനായി വന്നിരുന്ന ആളാണ് ഈ യുവതിയെ, അതായത് 26-കാരിയെ അന്ന് കൊലപ്പെടുത്തിയെന്നുമുള്ള നിഗമനത്തിലേക്കും പിന്നീട് ആ കേസ് തെളിയിക്കാനും ശിക്ഷ മേടിച്ചു കൊടുക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ഇവിടെയും ആ കെട്ട് നിർണായക തെളിവായി ഈ കേസിൽ വന്നു. ഏറ്റവും അഭിനന്ദനാർഹമെന്ന് പറയുന്നത് ഒരു തെളിവും ഒരു തുമ്പുമില്ലായിരുന്ന, ഒരു ഡിജിറ്റൽ സഹായവും ഇല്ലായിരുന്ന ഒരു കേസിൽ 48 മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ ആ അന്വേഷണ സംഘത്തിന് ആ കേസ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും അത് കേരളത്തിന്റെ ഒരു കുറ്റാന്വേഷണ തന്നെയാണ്. ആലപ്പുഴ പോലീസിന്റെ അന്വേഷണ മികവാണ് തങ്കമ്മ കൊലക്കേസ് തെളിയിക്കുന്നതിലും പ്രതിയിലേക്ക് എത്തുന്നതിലും പ്രധാനപ്പെട്ട കാരണമായത്. നേരത്തെ സുരേഷ് ഗോപി നായകനായ നരിമാൻ എന്ന സിനിമയിൽ ക്രൈം ത്രില്ലർ സിനിമയാണ്. അവിടെയും ഇത്തരം സങ്കീർണമായ ഘട്ടങ്ങളിലൂടെയാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്. പിന്നീട് ആ കൊലക്കേസിൽ പ്രതികളെ പിടികൂടിയതുപോലും, അവിടെ ശാസ്ത്രീയ തെളിവുകളില്ലാഞ്ഞിട്ട് പോലും പ്രതിയെ പിടികൂടിയതെല്ലാം കേരള പോലീസിൻ്റെ അന്വേഷണമിക്കാണ്. ഇത്തരം സിനിമകൾ പോലും ഇറങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും സിനിമകളെപ്പോലും, സിനിമകളുടെ അത്തരം കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ക്രൈം ത്രില്ലറായിരുന്നു ഈ അന്വേഷണം, തങ്കമ്മ കൊലക്കേസിൻ്റെ അന്വേഷണം. ഇടവേള.
മനുഷ്യ സ്നേഹം കൊണ്ടാണ് അവരിങ്ങനെ കിടന്ന് ചീത്ത വിളിക്കുന്നത് സാറേ. മനസ്സിലായി സുഹൃത്തെ, ഇത് ചെയ്യേണ്ട രീതി സാറേ എന്നും പെണ്ണുങ്ങളെ കിടക്കാം അവർ പിള്ളേര് ഒന്നും കഴിച്ചിട്ടില്ല, ആരും കഴിച്ചിട്ടില്ല. എന്റെ പേര് അക്ഷയ്, സ്മാർട്ടില് ലുലുവില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഇവര് പറഞ്ഞത് ഇടിവണ്ടിയിൽ കൊണ്ടുപോയി തൂക്കി കൊല്ലും, അടിക്കും എന്നൊക്കെയാണ്. അങ്ങനെ തന്നെ പറയും. ഫേസ്ബുക്ക് കിട്ടോ വേണ്ട, നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി കൊണ്ടോ. ഇൻസ്റ്റയില് കാണിക്കണ്ട, നമ്മുടെ MDക്ക് കാണിക്കും. അപ്പൊ ഈ 2 പോലീസുകാര് കളമശ്ശേരിയിൽ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ സ്മാർട്ടില് സാലറി കിട്ടുന്നില്ല, അഡ്വാൻസ് കിട്ടുന്നില്ല, അതേപോലെ ഫുഡ് കിട്ടുന്നില്ല. ഒരു പെണ്ണും ആണും, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി പെട്ടെടുക്കാന്ന് പറഞ്ഞപ്പോ ഇവര് പറയാണ് രാവിലെ ഞങ്ങളെ പിടിച്ചു വെച്ചപ്പോന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ രാവിലെ പറയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എഴുതി കൊടുക്കണം. ഞങ്ങളെ ഇന്നലെ കൊന്നിരുന്നെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാവുമായിരുന്നു? എന്റെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾക്കും ഇല്ലേ മക്കളും മരുമക്കളൊക്കെ? മക്കളും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്. ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാറുമാർ ഭക്ഷണം കഴിക്കുന്നത്. നികുതി എല്ലാവരും അടക്കേണ്ട സുഹൃത്തെ. എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസാണ്, സർവൻസ് ആണ്, ജനങ്ങളുടെ സർവൻസ് ആണ്. മദ്യം കഴിച്ചോട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ കിടക്കുന്ന പ്രോപ്പർട്ടിയിൽ വന്നാണ് സാർ. എന്തുകൊണ്ട് ഹിന്ദിക്കാരെ വിളിച്ചില്ല? എന്തുകൊണ്ട് ഹിന്ദിക്കാരെ വിളിച്ചില്ല? അല്ല സാറ് ഹിന്ദിക്കാരെ എന്തുകൊണ്ട് വിളിച്ചില്ല? അതിന് ആൻസർ ഹിന്ദിക്കാരെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഞങ്ങളുടെ ID കാർഡ് മാത്രം ചോദിച്ചിട്ട് ആസാമിലെ 21 സ്റ്റാഫിനെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാൻ പറയുന്ന ഈ ഊതിക്കുന്ന മീറ്റർ ഓടി ഞങ്ങളെല്ലാവരും കൊച്ചിയിൽ പോലീസുകാർക്ക് നേരെയുള്ള ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണിപ്പോൾ കണ്ടത്. തൃക്കാക്കര CA ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു യുവാക്കളുടെ ആക്രമണം. CAയുടെ കൈക്ക് പൊട്ടലുണ്ടായി. തൃക്കാക്കര ഉണിച്ചിറയിലെ വാടക വീട്ടിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കിയ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത്. കേസിൽ 5 പ്രതികളെ പോലീസ് പിടികൂടി. നഗരത്തിലെ മാളിലെ ജീവനക്കാരാണ് പ്രതികൾ. പോലീസിന് നേരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമ്മുടെ നാട്ടിലിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാരണം വലിയ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം പോലീസുകാർക്ക് പോലും തൊഴിലെടുക്കാൻ കഴിയാത്ത രീതിയിൽ ലഹരി സംഘങ്ങൾ ഭീകരാന്തരം സൃഷ്ടിക്കുന്നു. പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം നടത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്നു. ഇത് എപ്പോഴായിരുന്നു സംഭവം? പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പോലീസ് ഈ ഫ്ലാറ്റിലെ, അതായത് അവിടുത്തെ ഒരു ബിസ്മി ഗാർഡൻ അപ്പാർട്ട്മെന്റിലെ കെയർടേക്കർ വിളിച്ച ശേഷമാണ് പോലീസ് അവിടെ എത്തുന്നത്. സംഭവ സ്ഥലത്ത് എത്തുന്നത് തന്നെ നേരത്തെ തന്നെ ഈ 5 യുവാക്കൾ അപ്പാർട്ട്മെന്റിൽ ഇതുപോലെ മദ്യലഹരിയിൽ വലിയ ബഹളമുണ്ടാക്കുകയും ആൾക്കാർക്ക് സ്വസ്ഥത നൽകാത്ത രീതിയിലുള്ള ബഹളമുണ്ടാക്കുകയും അയൽക്കാരൊക്കെ അതിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ ബഹളം മൂർച്ഛിച്ചതോടു കൂടിയാണ് കെയർടേക്കർ പോലീസിനെ വിളിക്കുന്നത്. അതിനുശേഷം പോലീസ് എത്തിയ ശേഷം പോലീസിനോടുള്ള രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം പോലീസ് ഇതിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഇടപെട്ടതിനെ തുടർന്നാണ് ഈ തൃക്കാക്കര CIയുടെ കൈക്ക് പരിക്കേറ്റത്. കൈക്ക് പൊട്ടലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ ലുലു മാളിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ 5 യുവാക്കൾ എന്നാണ് അറിയുന്നത്. അവര് ലുലു മാളിലെ സെക്യൂരിറ്റി ജീവനക്കാർ എന്ന് പറയുമ്പോൾ സ്മാർട്ട് സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരാണ്. ഈ സ്മാർട്ട് സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്നും അവിടേക്ക് ലുലു മാളിലേക്ക് ഹയർ ചെയ്തിരിക്കുന്ന ജീവനക്കാരാണ് ഈ 5 പേര്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ പ്രദേശവാസികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മദ്യം കഴിച്ച ശേഷം ഉണ്ടായ ലഹരിയിൽ ആളുകൾക്ക് സമാധാനം നൽകാത്ത തരത്തിൽ ആ അപ്പാർട്ട്മെന്റിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇതിൽ കെയർടേക്കർ ഇന്റർഫിയർ ചെയ്യുന്നതും. അദ്ദേഹം തുടർന്ന് പോലീസിനെ വിളിക്കുകയായിരുന്നു. ആദ്യ ഒരു ഘട്ടത്തിൽ അവരുടേതായ രീതിയിൽ, അയൽക്കാരുടേതായ രീതിയിൽ തന്നെ അതിനെ ഒന്ന് ഒതുക്കി തീർക്കാനും ഈ കുട്ടികളെ സമാധാനിപ്പിക്കാനും ഒക്കെ അവർ ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. അവരുടെ നേരെയും ഇങ്ങനെ ആക്രമണ സ്വഭാവത്തോടു കൂടിയാണ് അവർ പെരുമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് പോലീസിനെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ പോലീസിനോടും അവർ ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം റൂഡായും റാഷായും തന്നെ പെരുമാറുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും പോലീസിന് അതായത് തൃക്കാക്കര CIക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുണ്ട്. ടോം, യെസ്. എന്തായാലും ഇതിന് മുൻപ് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, അതോ ഇങ്ങനെ ഈ ലഹരിയിൽ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ നടത്തിയൊരു അഴിഞ്ഞാട്ടമായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? ഇതിന് മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഇവർ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? പ്രത്യേകിച്ചും
പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കേസിൻ്റെ സ്വഭാവം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് യുവാക്കൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ അവർ കഴിച്ച ലഹരിയാണോ, അവരുടെ ഉള്ളിൽ കിടന്ന ലഹരിയാണോ ഈ രീതിയിൽ പ്രശ്നങ്ങൾ കാരണമായത്? തീർച്ചയായിട്ടും മദ്യലഹരിയിൽ തന്നെയാണ് ഇത്. നിരന്തരം ഈ അപ്പാർട്ട്മെന്റിൽ ഈ യുവാക്കൾ ബഹളമുണ്ടാക്കുകയും ഇത്തരത്തിൽ ആളുകൾക്ക് ശല്യമാവുകയും ചെയ്യുന്നു പരാതിയുണ്ട്. ഈ ഒരു അതായത് പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയത് തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ എത്തിയിരിക്കുന്നത് തന്നെ അത്രയും റൂഡായി ഇവരോട് പെരുമാറുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരുന്നപ്പോൾ തന്നെ ആ അപ്പാർട്ട്മെന്റിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ശല്യം സഹിക്കവയ്യാതെ തന്നെയാണ് ആൾക്കാർ, ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഇത് പരാതിപ്പെടുന്നതും തുടർന്ന് കെയർടേക്കർ ഇതിൽ ഇടപെട്ട് പോലീസിനെ വിളിച്ചു വരുത്തുന്നതും. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യും, അവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയാണ് പോലീസ് സെർവന്റ് ആണ്, പബ്ലിക്കിന്റെ സെർവന്റ് ആണ് എന്നുള്ള തരത്തിലുള്ള ടോക്കുകളൊക്കെ വന്നെങ്കിലും പിന്നീട് അവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് അവരെ കയ്യേറ്റം ചെയ്തത്. അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിനെ കയ്യേറ്റം ചെയ്തത്. തുടർന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. ടോം സൂചിപ്പിച്ചതുപോലെ കൃത്യനിർവഹണം, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ, അതുപോലെ ദേഹോപദ്രവം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയായിരിക്കണം ഈ കേസിൽ നടപടികൾ ഉണ്ടാവുക. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 5 യുവാക്കളാണ്. 5 യുവാക്കൾ എന്ന് പറയുമ്പോൾ അക്ഷയ്, ജിനീഷ്, അജ്മൽ, അൽത്താഫ്, ഷംസുദ്ദീൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവര് ഈ ലുലുവിലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരാണ്, ലുലുമാളിൽ ജീവനക്കാരാണെന്ന് അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്മാർട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നും ലുലു ഹയർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇവരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെയുള്ള ഗുണ്ടായിസം കാണിക്കുന്നവരെ, ലഹരി ഉപയോഗിച്ച് അഴിഞ്ഞാടുന്നവർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ NIA പരിശോധന. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ റെയ്ഡ് അവസാനിച്ചോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ NIAക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ടോമെ, ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് ഈ NIAയുടെ പ്രത്യേക റെയ്ഡ് മലബാറിലെ വിവിധ ജില്ലകളിൽ നടക്കുന്നത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ 4 ജില്ലകളിലായാണ് ഈ പരിശോധന നടത്തുന്നത്. ഫെബ്രുവരി 2-ന് ഇത്തരത്തിൽ ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട അതിലെ കേസിലെ പ്രതികൾ 5 പ്രതികളാണ് കേസിലുള്ളത്. ആ 5 പ്രതികളുടെയും വീടുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. നിലവിൽ ചെറുപുഴയിലെ അനിൽ എന്ന് പറയുന്ന ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. പുലർച്ചെ 5 മണിക്ക് തന്നെ ഈ NIA സംഘം അവിടെ പരിശോധന നടത്തി. അവിടെ പരിശോധന പൂർത്തിയാക്കി സംഘം തിരിച്ചു പോയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ചെറുപുഴയിലും ഇപ്പോഴും അനിൽ എന്ന് പറയുന്ന ഈ കേസിലെ തന്നെ പ്രതിയായ ഇയാളുടെ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അനിലിന്റെ വീട്ടിലും അതോടൊപ്പം ഇയാളുടെ ഉപയോഗിക്കാത്ത ഒരു കോറയുണ്ട്, ആ കോറയിലുമാണ് പരിശോധന നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ മുഹമ്മദ് സലീം എന്ന് പറയുന്ന മുഗൂർ റോഡിലുള്ള ഇയാളുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെയും പരിശോധന ഏതാണ്ട് പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെറുപുഴയിലാണ് ഇപ്പോൾ കാര്യമായ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം മലപ്പുറം തിരൂരങ്ങാടി ഈ ലോറി ഉടമയായ ഹാരിസിന്റെ വീട്ടിലും ഇയാളുടെ ഗോഡൌണിലും NIAയുടെ പരിശോധന നടത്തി. ഇങ്ങനെ വലിയ തോതിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവിനായാണ് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സമയത്ത് അതായത് പുലർച്ചെ 5 മണിക്ക് ഈ 6-ലധികം ഇടങ്ങളിൽ പരിശോധനയാണ് NIAയുടെ നടക്കുന്നത്. എന്നാൽ നിലവിൽ ഏതെങ്കിലും ഇതിൽ തെളിവുകൾ അല്ലെങ്കിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളോ മറ്റോ പിടികൂടിയെന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. NIA ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പരിശോധന ചിലയിടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുപുഴയിലും കാസർകോട്ടെ മുഗൂർ റോഡിലുമെല്ലാം പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചെറുപുഴ ഈ കേസിലെ പ്രതിയായ സജിയുടെ വീട്ടിലും അതുപോലെ തന്നെ കോറയിലുമാണ് വലിയ തോതിലുള്ള പരിശോധന ഇപ്പോഴും നടക്കുന്നത്. ടോം, തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ സ്പോട്ട് ലൈവ് തുടരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ലോക്കർ ED തുറന്നു പരിശോധിക്കും. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. CMRLനെതിരെ കോടതിയിൽ ശക്തമായ വാദമുയർത്താനാണ് EDയുടെ നീക്കം. തെളിവുകൾ മുദ്രവെച്ച കവറിൽ നൽകും. റെയ്ഡിൽ നിന്ന് ലഭിച്ച തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, EDയുടെ ഇനിയുള്ള നീക്കം എത്രത്തോളം നിർണായകമാണ്? ഏറ്റവും പ്രധാനമായും ഹൈക്കോടതിയെ തിങ്കളാഴ്ച എടുക്കാനിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഹർജി അത് പ്രധാനമായിട്ടും ശക്തമായും ED എതിർക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. കാരണം EDക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അതുപോലെ തന്നെ CMRലും അതിനെ എതിർക്കാനുള്ള നീക്കങ്ങളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. CMRലിന് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകരാണ് ഹാജരാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും മുതിർന്ന അഭിഭാഷകനാണ് CMRലിന് വേണ്ടി ഹാജരാകുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത്. EDയെ സംബന്ധിച്ചിടത്തോളം ഈ SFIO വെച്ചിരിക്കുന്ന, അതായത് SFIയുടെ കുറ്റപത്രം, SFIO വെച്ചിരിക്കുന്ന കുറ്റപത്രത്തിനനുസരിച്ചിട്ട് ഈ പറയുന്ന പ്രോസിക്യൂഷൻ അതിന്റെ പ്രൊസീഡിങ്സ് അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ്. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് അനുസരിച്ചിട്ട് ഈ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ ഇതിന്റെ PMLA നിയമപ്രകാരം കേസെടുക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് എന്നാണ് ED അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ റെയ്ഡുകളിൽ പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ അത് PMLA നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ അടക്കമുള്ള എല്ലാ ഡോക്യുമെന്റും ഹൈക്കോടതിയിൽ സീല് വെച്ച് കവറിലായിരിക്കും ED ഫയൽ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഹർജി, അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഈ സിംഗിൾ ബെഞ്ച് CMRL നൽകിയിരിക്കുന്ന ഹർജി തള്ളുകയും ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയിരിക്കുന്ന ഹർജി തള്ളുന്ന സാഹചര്യത്തിൽ തന്നെ അന്വേഷണം തുടരട്ടെ എന്നുള്ള ഉത്തരവാണ്. ആ ഉത്തരവിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ വീടിനടക്കം ED അടിയന്തരമായി പരിശോധന നടത്തുകയും വീണ, അതുപോലെ ഈ CMRL ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്ത, മകൻ ശരൺ കർത്ത തുടങ്ങിയവർക്കൊക്കെ അടിയന്തരമായി ED സമൻസ് അയക്കാനുള്ള നീക്കത്തിലാണ്. ഈ സമൻസ് അയച്ച ശേഷം വീണയെയും അതുപോലെ ശശിധരൻ കർത്തയെയും മറ്റുദ്യോഗസ്ഥരെയും വീണ്ടും അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്. വീണയുടേതടക്കം കഴിഞ്ഞ ദിവസം 242 അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള 18.2 കോടി രൂപ ഈ പണത്തിന്റെ വരവ്, അതുപോലെ ഈ എക്സാലോജിക് സൊല്യൂഷന് ഈ CMRL ലോണായിട്ട് നൽകിയിരിക്കുന്ന തുക, തിരിച്ചടവില്ലാതെ ലോണായി നൽകിയിരിക്കുന്ന തുക 50 ലക്ഷം ലോണായി അനുവദിച്ചത്, അതുപോലെ തന്നെ എക്സാലോജിക്കിന് ഈ CMRL പലതവണയായിട്ട് മാസപ്പടിയായി നൽകിയിരിക്കുന്ന തുക, ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന നടപടികളാണോ എന്നുള്ള കാര്യമാണ് EDക്ക് പരിശോധിക്കാനുള്ളത്. പക്ഷേ പ്രധാനമായിട്ടും കോടതിയിൽ എതിർക്കുന്നത് ഈ FIR ഇല്ലാതെ ECIR രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. SFIO നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലുള്ളത് ഈ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് EDക്കാനുള്ള സാധ്യതയില്ല എന്നും ഈ CMRL കോടതി വാദിക്കാനുള്ള. അതോടൊപ്പം ഇനി അറിയേണ്ടത്, ഈ CMRL ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ EDയുടെ നിലപാട്, അതോടൊപ്പം വീണയെ ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വിളിപ്പിക്കുമോ, സമൻസ് അയക്കാനുള്ള നീക്കങ്ങളുണ്ട് എന്ന്, അതായത് ഈ ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും സാധ്യതയാണ് തിങ്കളാഴ്ച ഒരു പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CMRL നൽകിയിരിക്കുന്ന ഹർജി പരിഗണിക്കുന്നതിന് മുൻപായി വീണയ്ക്കും അതുപോലെ മറ്റ് ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള CMRL ഉദ്യോഗസ്ഥർക്കും MD അടക്കമുള്ള മറ്റുദ്യോഗസ്ഥർക്കും ഒക്കെ നോട്ടീസ് അയക്കാൻ തന്നെയാണ്, സമൻസ് അയക്കാൻ തന്നെയാണ് EDയുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 ദിവസം കോടതി പ്രൊസീഡിങ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഈ കേസുകൾ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കം ഒരു പക്ഷേ ഹൈക്കോടതി നടപടി തിരിച്ചായാൽ, EDക്കെതിരായാൽ അത് സ്റ്റേ ആകുന്ന, അല്ലെങ്കിൽ CMRLന്റെ ഹർജി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന CMRലിന് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അത് EDക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം
ഇഡിയുടെ നിലപാട്, ഇഡിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ശക്തമായി തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. അതുകൊണ്ട് തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഇഡിക്ക് വേണ്ടി ഹാജരാകാൻ എത്തുന്നത്. അടുത്ത ദിവസം കോടതിയിൽ എത്തുന്നത് അങ്ങനെയാണ്. തിങ്കളാഴ്ച തന്നെ ഈ കേസ് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷെ തിങ്കളാഴ്ച പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഏറ്റവും അടുത്ത ദിവസം തിങ്കളാഴ്ച അത് അടിയന്തരമായി പരിഗണിക്കും, അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ CMRL പിന്നിൽ എക്സാലോജിക്കിന്റെ, അതായത് വീണ വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഹർജിയുമായി കോടതിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് ഇഡിയുടെ വാദം. അത് CMRL മൂവല്ല, ഈ എക്സാലോജിക്കിന്റെ മൂവാണ് എന്നുള്ളതാണ് ഇഡിയുടെ മറ്റൊരു വാദം. എന്തായാലും ഇഡിയെ സംബന്ധിച്ച് കൃത്യമായ സോളിഡ് എവിഡൻസ് തങ്ങളുടെ കയ്യിലുണ്ട്. PMLA നിയമപ്രകാരം തങ്ങൾക്ക് കേസ് അന്വേഷിക്കാനും അതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളെ പറ്റിയും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇഡി കോടതിയെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ പോലീസ് നടപടികളുടൻ. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഇന്നലെ പോലീസിന് കൈമാറി. ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിൽ ആവശ്യം. അൻസിബയെയും പരാതിയിലുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അൻസിബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്, അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക? നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി കൈമാറിയിരിക്കുന്നത്. പോലീസ് മേധാവിയോട് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പരാതി ഇനി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കായിരിക്കും കൈമാറുക. കമ്മീഷണറാണ് അത് ഏത് പരിധിയിലാണ് കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കുക. 2 പരാതികളാണുള്ളത്. ഒന്ന് ലക്ഷ്മിപ്രിയക്കെതിരെയും മറ്റൊന്ന് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മയ്ക്കെതിരെയുമാണ് പരാതി നിലനിൽക്കുന്നത്. അപ്പോൾ SIക്കെതിരായിട്ടുള്ള പരാതി ആയതിനാൽ തൃപ്പൂണിത്തുറ പോലീസ് പരിധിയിലാണോ അതോ മറ്റേതെങ്കിലും പോലീസ് ആയിരിക്കുമോ ഇത് അന്വേഷിക്കുക എന്നതാണ് നോക്കിക്കാണുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകും. അതിനു മുൻപായി അൻസിബയുടെ പരാതി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ പരാതി കൈമാറുകയും അല്ലെങ്കിൽ അടുത്ത നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. അൻസിബയുടെ ആവശ്യം 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ്. കാരണം തന്നെ മാനസികമായി 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം തന്നതിന് ശേഷമാണ് SI തന്നിൽ നിന്നും മാപ്പ് എഴുതി വാങ്ങിച്ചത് എന്നായിരുന്നു. ലക്ഷ്മിപ്രിയയോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതി മേടിച്ചത് എന്നാണ് ഹൻസിബ പറയുന്നത്. പക്ഷേ SI രേഷ്മയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അങ്ങനെ 3 മണിക്കൂറൊന്നും ഇരുത്തിയിരുന്നില്ല. തനിക്ക് അന്ന് VIP ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പരാതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഹൻസിബയെ വിളിച്ചു വരുത്തിയത്. ഏകദേശം 1 മണിക്കൂറോടുകൂടി ഈ തന്റെ പരിപാടികൾ അല്ലെങ്കിൽ പ്രൊസീജിയർ പൂർത്തിയാക്കി ഹൻസിബയെ പറഞ്ഞു വിട്ടിരുന്നു എന്നാണ് രേഷ്മ പറയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരായിട്ടുള്ള ആരോപണം കൂടിയായതിനാൽ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ ഒരു അന്വേഷണത്തെ, ജില്ലാ പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി അടക്കം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ പരാതിയെ നോക്കിക്കാണുന്നത്. ലക്ഷ്മിപ്രിയക്കെതിരെയും പരാതിയുണ്ട്. ലക്ഷ്മിപ്രിയയിൽ നിന്നും 1 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്നുകൂടിയാണ് അൻസിബ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, നിലവിൽ ടിനി ടോമിനെതിരെ പോലീസിന് പരാതി നൽകിയിട്ടില്ല. അത് അമ്മ ആവശ്യം പരിഹരിക്കുമെന്ന അമ്മയുടെ നിലപാടാണ് അറിയേണ്ടത്. കാരണം ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം, തൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നൊരാവശ്യം അൻസിബ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു സമിതി രൂപീകരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. പക്ഷെ എന്തായാലും ഈ ഒരു പ്രശ്നം അമ്മ നേതൃത്വം പരിഹരിക്കേണ്ടതല്ലേ? ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഈ അൻസിബ ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ ഉണ്ടായിട്ടുണ്ടോ? ടോം, അമ്മ ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം പ്രത്യേക സമിതിയെ രൂപീകരിച്ച് കീഴ്വഴക്കങ്ങൾ മാറ്റാൻ കഴിയില്ല. നിലവിലൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അവർ തന്നെ വിശദമായി പഠിക്കട്ടെ. ഹൻസിബയ്ക്ക് ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം, തെളിവുകൾ ഹാജരാക്കട്ടെ. കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ തുടർ നടപടി സ്വീകരിക്കാം. അല്ലാതെ പെട്ടെന്ന് ഒരു സമിതി രൂപീകരിച്ച് അതിൽ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം അംഗങ്ങൾക്കും യോജിപ്പില്ല. പ്രത്യേകിച്ച് അൻസിബ മുന്നോട്ട് വെച്ച 3 പേരുകൾ, അവർ 3 പേരും തിരക്കിലാണ്. 2 പേരും തിരക്കിലാണെന്ന് കൂടിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ധൃതിപ്പെട്ട് 1-ാം തീയതി തന്നെ ഈ ഒരു വിഷയം പരിഹരിക്കുക അല്ലെങ്കിൽ വിഷയം കേൾക്കുക എന്നതാണ് അമ്മ സംഘടന ചോദിക്കുന്നത്.
എന്നാലും ഈ വിഷയത്തിൽ മറ്റ് തുടർ നടപടികളിലേക്കോ അല്ലെങ്കിൽ അൻസിബയുടെ ഈ ഒരു ആവശ്യത്തെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. പകരം അൻസിബയുടെ പരാതി കേൾക്കാം, എന്നിട്ട് അതിൽ നടപടി സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. 21-ാം തീയതിയാണ് ജനറൽ ബോഡിക്ക് മുൻപ് തന്നെ അൻസിബയുടെ പരാതി പരിഹരിക്കപ്പെടും എന്നൊരു വിശ്വാസത്തിലാണ് മറ്റംഗങ്ങളും അൻസിബയും. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമ്മയിൽ വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയായി. ഇനി പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.